നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66th question. In a class, 20% of students are below 40 years. 20% below 40. Below 40, 14, below 40 of age. Out of the remaining students, 10% are of the age 14 minus 15 years. അപ്പോൾ ഈ 20% കഴിച്ച് ബാക്കിയുള്ള ഔട്ട് ഓഫ് ദ റിമൈനിങ് സ്റ്റുഡൻസ് 80% ആണെന്ന് നമുക്കറിയാം. 20% കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ 80%. 80%ൻ്റെ 10% എന്ന് പറയുമ്പോൾ 80% 10% എന്ന് പറഞ്ഞാൽ 8% ആണ്. അപ്പോൾ 8% എന്താണ്? ആർ ഓഫ് ദ ഏജ് 14 to 15 years. അപ്പോൾ 20% 14 ബിലോ 14 years ആണ്. ബാക്കിയുള്ളതിൻ്റെ 10% എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് 80% ആണ്. 80%ൻ്റെ 10% ഈസ് 8%. അപ്പോൾ 8% ഈസ് 8% കുട്ടികൾ 14-15 വയസ്സുകൾക്ക് ഇടയിലാണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ദി സ്റ്റുഡൻസ് ഹു ആർ ബിറ്റ്വീൻ 15 and 16. 15 to 16 is to 16, above 16. Above 16 is equal to ratio of the students who are between 15 to 16 years of age are ratio of the students who are between 15 to 16 years of age to student above 60 years. 15-നും 16-നും ഇടയിലുള്ള കുട്ടികളും അതുപോലെ 16-ന് മുകളിലുള്ള കുട്ടികളും തമ്മിലുള്ള എണ്ണത്തിൻ്റെ റേഷ്യോ ഈസ് 3:2. 3:2 ആണ്. ഇതും എബോവ് 16 തമ്മിൽ. പിന്നെ ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ആർ എബോവ് 16 years ഈസ് 72. അപ്പോൾ 16-ന് മുകളിലുള്ള കുട്ടികളുടെ എണ്ണം ഇത് 72 ആണ്. 3:2 എന്നുള്ളതിൽ 2ൻ്റെ സ്ഥാനത്ത് 72 കുട്ടികളുണ്ട്. അല്ലേ? 3:2 ഈസ് ഈക്വൽ ടു x:72 എന്നാണ് വരും. അപ്പോൾ ഈ 3ൻ്റെ സ്ഥാനത്ത് അതായത് ഇത് ഇവിടെ എത്ര കുട്ടികളുണ്ടാവുന്ന ആദ്യം കണ്ടെത്തണം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ? ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? അപ്പോൾ നമ്മൾ ഈ 3:2ൻ്റെ ഭാഗത്തുള്ള ഈ 15-നും 16-നും ഇടയിലുള്ള കുട്ടികൾ എത്ര ഉണ്ട് നമ്മൾ കണ്ടെത്തണം. അതായത് 3:2ൻ്റെ ഭാഗത്ത് 2ൻ്റെ സ്ഥാനത്ത് 72 ആണെങ്കിൽ ഇതിന് എക്സ് എങ്ങനെയാണ് കാണുക? എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. A:B ഈസ് ഈക്വൽ ടു C:D ആണെങ്കിൽ ഇഫ് A:B ഈസ് ഈക്വൽ ടു C:D ദെൻ AD ഈസ് ഈക്വൽ ടു BC. ഇങ്ങനെയുള്ള ഒരു റിലേഷൻ നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്നോ 9ാം ക്ലാസ്സിൽ നിന്നോ പഠിച്ചിട്ടുണ്ടാവും. A:B = C:D ആണെങ്കിൽ A:D ഈസ് ഈക്വൽ ടു B:C ആയി. അപ്പോൾ ഇവിടെ നമ്മൾ 2x ഈസ് ഈക്വൽ ടു 3 × 72 എന്ന് കിട്ടും. therefore x ഈക്വൽ ടു 3 × 72/2 എന്ന് വരും. x ഈക്വൽ ടു 3 × 72/2. 72/2 36 ആണ്. 3 × 36 ഈസ് ഈക്വൽ ടു 108. 108. അപ്പോൾ ഇതിൽ നിന്ന് 3:2 = x:72 എന്നാണെങ്കിൽ ഈ x 108 ആണ് എന്ന് കിട്ടും. അപ്പോൾ x 108 ആകുമ്പോൾ ആകെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അതായത് 15 to 16 അതുപോലെ എബോവ് 16 കൂടിയാൽ അത് 72 + 108 = 180 ആണ്. ഈ 180 എന്ന് പറയുന്നത് ഈ 15-നും 16-നും ഇടയിലുള്ളവരും 16-ന് മുകളിലുള്ളവരും കൂടിക്കഴിഞ്ഞാൽ 180 കുട്ടികളുണ്ട്. ഇത് എത്ര ശതമാനമാണ്? അതല്ലാത്ത കുട്ടികൾ 28%. അപ്പോൾ ഈ 180 കുട്ടികൾ എന്ന് പറയുന്നത് 100 - 28. ആകെയുള്ള 4 കാറ്റഗറി ആയി തിരിച്ചു. അതിൽ അവസാനത്തെ 2 കാറ്റഗറി 180 ആണ്. ആദ്യത്തെ 2 കാറ്റഗറിയും കൂടിയാൽ 28% ആവും. അപ്പോൾ അവസാനത്തെ 2 കാറ്റഗറി 100 - 28 72% ആണ്. അപ്പോൾ ഈ 72% ആണ് 180. ടോട്ടൽ സ്റ്റുഡൻസ് എക്സ് ആണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു
ഈ 20 കൂട്ടിയിട്ട് 100 കുറച്ചാൽ 72%. ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 72% എന്നുള്ളത് 72/100 ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഫോർ ടോട്ടൽ സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു 180 into 100/72. 180 into 100/72. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 180/72 ഇതിൽ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 180ൽ 20 into 9 ഇത് 8 into 9 into 9 ഇത് 20 into 9. Then 20 and 8 again should be simplified. Then that 4 into 5 it is 4 into 2 5. 4 into 5 4 into 5 into 2. Then 102 should be simplified as 50. Therefore 50 into 5 into 50 is equal to 250. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒന്നുകൂടി ഞാൻ പറയാം. ആകെ ഉള്ള കുട്ടികളുടെ 20% കുട്ടികൾ 14 വയസ്സിന് ഉള്ളവരാണ്. ബാക്കിയുള്ള കുട്ടികളുടെ 10% 14നും 15നും അടക്കമാണ് എന്ന് പറയുമ്പോൾ ബാക്കി 20% കഴിച്ചാൽ ബാക്കി 80%. ആ 80%ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8%. അപ്പോൾ 20% കുട്ടികൾ 14 വയസ്സും 8% കുട്ടികൾ 14-15ഉമാണ്. അപ്പോൾ ടോട്ടൽ 28%. പിന്നെ ബാക്കിയുള്ള 72% രണ്ട് വിഭാഗമാണ്. ഒന്ന് 15നും 16നും ഇടയിലാണ്, മറ്റൊന്ന് 16ന് എബോവ് ആണ്, 16ന് കൂടുതലാണ്. അപ്പോൾ അവയുടെ റേഷ്യോ 3:2 എന്ന് തന്നിട്ടുണ്ട്. ഈ 2 എന്ന് പറയുന്ന ഭാഗം 72 കുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3:2 2 സൂചിപ്പിക്കുന്ന 72 ആണെങ്കിൽ 3 സൂചിപ്പിക്കുന്നത് 108 ആയിരിക്കണം. അപ്പോൾ ആകെ പിന്നെ ഈ 3:2 എന്ന് പറയുന്നത് 108ഉം 72ഉം കൂടി 180 കുട്ടികളാണ്. അപ്പോൾ 4 ഡിവിഷനായി തിരിച്ചതിൽ ആദ്യത്തെ 28% കഴിച്ചാൽ ബാക്കിയുള്ള 2 കാറ്റഗറി കുട്ടികളും കൂടി കൂടുമ്പോൾ 108ഉം 72ഉം 180 കുട്ടികൾ. അപ്പോൾ 28% കഴിച്ചാൽ 72% വരിക. അപ്പോൾ ആകെയുള്ള കുട്ടികളുടെ 72%മാണ് 180. ആകെയുള്ള കുട്ടികളുടെ 72%മാണ് 180 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആകെയുള്ള കുട്ടികളെ കാണാൻ 180 ഗുണിക്കണം 100/72. അത് സിംപ്ലിഫൈ ചെയ്താൽ 250 എന്ന് നമുക്ക് കിട്ടും. അതാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 67th ക്വസ്റ്റ്യൻ. അത് കുറച്ചൊരു ചിന്തിക്കേണ്ട തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കോഡിങ്, വേറെ തരം കോഡിംഗ് ആണ്. ചിത്രം, നമ്പേഴ്സിനെ ചിത്രമാക്കി കോഡ് ചെയ്യുന്നതാണ്. സ്റ്റഡി ദ ഫിഗർ ഗിവൺ ബിലോ റെപ്രസെൻറ്റിങ് എ പെർട്ടിക്കുലർ നമ്പർ ഇൻ എ കോഡഡ് മാനർ. ഇങ്ങനൊരു ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇവിടെ 6 6, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്, അവിടെ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ആണ്, ഇവിടെ 5 ഉണ്ട്. ഇതിൽ ഈ ഫിഗറിൽ ഇതിനെ നമ്പറുകളിലേക്ക് കോഡ് ചെയ്തിരിക്കുന്ന ചിത്രം, ഒരു നമ്പർ തന്നാൽ ഈ അക്കങ്ങളൊക്കെ ഉള്ള നമ്പർ തന്നാൽ നമുക്കതിനെ കോഡ് ചെയ്തിരിക്കുന്നത് 6825 എന്നുള്ള നമ്പറിന് കോഡ് ചെയ്തിരിക്കുന്ന ചിത്രമാണ്. ഈ ചിത്രമാണ് തന്നിരിക്കുന്നത്. 1 ഒരു ചെരിഞ്ഞ വര, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഇതിൽ എന്താണ് ഈ 6 എന്ന് പറയുന്നത്? ഈ വരയാണ്, ഒരു വരയാണ്, അതിനാണ്. അപ്പോൾ ഇത് 6 ആണ്. അപ്പോൾ 6 എന്നുള്ള വരയെ കോഡ് ചെയ്തിരിക്കുന്നത് ആ 6 പോകുന്ന വരയെ പോലെ ഒരു സ്ലോപ്പ് ലൈനാണ്, ചെരിഞ്ഞ വര. അതെ. പിന്നെ 8നെ കോഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 8 ഇതിലില്ല, 8 തന്നിരിക്കുന്ന ചിത്രത്തിലില്ല. പക്ഷേ 8നെ കോഡ് ചെയ്തിരിക്കുന്നത് ഇതാണ്, ഇങ്ങനെ ഒരു വരി, ഇങ്ങനെ ഒരു വരി. അപ്പോൾ ഇവിടെ ഒരു 3ഉം ഒരു 5ഉം ഉണ്ട്. അപ്പോൾ ഈ 3ഉം ഈ 5ഉം കൂടി ചേർന്ന് പിന്നെ ആ ചെരിഞ്ഞ വരയും കൂടിയും ആ 6 കൂട്ടാൻ പാടില്ല, 2 വരയേ ഉള്ളൂ, അത് ശ്രദ്ധിക്കുക. 3ഉം 5ഉം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിനെ 8. അപ്പോൾ 3ഉം 5 2 വര ഒരുമിച്ച് വന്നാൽ പിന്നെ അവയെ യോജിപ്പിക്കുന്ന ഒരു വര വരക്കണം, പക്ഷേ അതിന് നമ്പർ ഇടാൻ പാടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഉള്ളത് 2 ആണ്. 2ൻ്റെ വര ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് സ്ലോപ്പുള്ള ഇത് 2 ആണെന്ന് ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കാം.
പിന്നെ 5 5 ഇതിലില്ല. 5 ഉണ്ട്, പക്ഷേ അതിന് ചിത്രം ഇങ്ങനെ തന്നിരിക്കുന്നു. ഈ 5 ഈ വര എങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, വേറെ 5 ഇതിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. 3ഉം 2ഉം ഉപയോഗിച്ചിട്ട്, ഈ 3ഉം ഈ 2ഉം ഉപയോഗിച്ചിട്ട് 5 ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു വരി ഇങ്ങനെ ഒരു വരി കൂട്ടിച്ചേർത്തപ്പോൾ ഒരു വര ഇങ്ങനെ കൂട്ടിച്ചേർത്ത്. അങ്ങനെ ആകുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ബേസ്ഡ് ഓൺ ദി എബോവ് ഇൻഫർമേഷൻ, ഈ ഒരു കോഡിങ് ഉപയോഗിച്ചിട്ട് ഫൈൻഡ് ദ നമ്പർ കോഡഡ് ഫോർ ദി ഫോളോയിങ് സിംബൽസ്. ഈ സിംബൽ തന്നിരിക്കുന്ന സിംബൽ ഈ സിംബൽസിൻ്റെ കോഡ് എന്താണ് എന്നാണ്. ഫസ്റ്റ് സിംബൽ ഇതാണ്, പിന്നത്തെ ഇതാണ്, പിന്നത്തെ ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ. ഇത് 5 ഇവിടെ ഉണ്ടായിട്ടും പിന്നെ 3 ഇവിടെ 8ന് 3ഉം 5ഉം ഉണ്ടായിട്ടും ഇവിടെയുള്ള 6 ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെ മാർഗം നോക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ, ഓപ്ഷൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഇത് എത്രയാണ്? ഇത് 3. ഒരു ഈ വര മാത്രമാണെങ്കിൽ 6 നമുക്കറിയാം, ഇങ്ങനെ വരാണെങ്കിൽ 2. അപ്പോൾ ഒരു വര മാത്രം ഉണ്ടാകുമ്പം ഒരു ലംബം, ഒരു പെർപെൻഡിക്കുലർ ലൈനാണ്, വെർട്ടിക്കൽ ലൈനാണ്. ആ വെർട്ടിക്കൽ ലൈനിന് 3 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, ഈ ബിന്ദുവിന് ഇവിടെ 0 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3, 0 എന്ന് മധ്യത്തിൽ വരുന്ന 3ഉം 0 അടുത്തടുത്ത് വരുന്ന കോഡ് ഏതാണെന്ന് നോക്കുക. 3ഉം 0 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ആ സെക്കൻഡ് ഓപ്ഷനാണ്. 3ൻ്റെ തൊട്ട് വലത് വശത്ത് പിന്നെ 0 വരുന്നത്. ബാക്കിയുള്ളതിൽ അവസാനത്തിലാണ്. 4ാമത്തെ ഓപ്ഷനിൽ 3, 0 വരുന്നുണ്ടെങ്കിലും അത് ഏറ്റവും റൈറ്റിലാണ്. പക്ഷേ ഇവിടെ ചിത്രത്തിൽ അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു ഫിഗർ ഉണ്ടല്ലോ, അപ്പോൾ അതാകാൻ സാധ്യതയല്ല. അങ്ങനെയാണ് അത് കണ്ടെത്തുക. പിന്നെ അത് ശരിയാണെന്ന് നോക്കാൻ അപ്പോൾ ഇത് 11 ആകണം. 11, 3, 0, 9 എന്നാണ് ആൻസർ അപ്പോൾ വരിക. അപ്പോൾ 11 ഇതാകാൻ കാരണം എങ്ങനെ 6ഉം 5ഉം 6ഉം കൂട്ടി ഈ 11, 5ഉം 6ഉം കൂട്ടി 11 എഴുതിയാലും ഇതിനൊക്കെ ഒരേ വില. അതാണ് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിന് ആൻസറിൽ ഇത് 11 ആകാം, ഇത് 8 ആകാം. ഇവിടെ 8 പക്ഷേ ഇവിടെ 11. അപ്പോൾ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്, ഈ 1ഉം 0 ഈ വരയും ഇതും ഉപയോഗിച്ചിട്ട് 3ഉം 0 മധ്യത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. അതാണ്. അപ്പോൾ ഇത് 11 കാരണം ഇത് 6ഉം 5ഉം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. 6 ഇതാണ്, 5 ഇതാണ്. പിന്നെ 9 അവസാനം വരുന്നു. 9 ഈ ചിത്രം 9 വരാൻ കാരണം ഇതും 3ഉം 6ഉം ഈ 3ഉം 6ഉം ഉള്ളതുകൊണ്ട് ഇത് 11 ആകാം, 9 ആകാം എന്നർത്ഥം. ഇത് 11, 3ഉം 6ഉം കൂട്ടി 9 ആകാം, 3ഉം 5ഉം കൂട്ടി 8 ആകാം, അല്ലെങ്കിൽ 6ഉം 5ഉം കൂട്ടി 11നും 8നും 9നും ഒക്കെ ഒരേ ചിത്രം തന്നെയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഇത് നോക്കിയാൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. ഇതിന് 3 തന്നെയാണ്, ഇതിന് 0 തന്നെ. അപ്പോൾ ആ 3ഉം 0 മധ്യത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാണോ അതങ്ങോട്ട് തിരഞ്ഞെടുക്കുക എന്നല്ലാതെ മറ്റേത് കുറേ ഇതെന്താ അങ്ങനെയെന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ കൺഫ്യൂഷൻ തീർക്കുന്ന ചില ഘടകങ്ങൾ ഇത്തരം ചോദ്യങ്ങളിൽ കണ്ടെത്താൻ കഴിയും. അത് അറിയുമോ ഇല്ലയാണ് എന്നാണ് ചോദ്യകർത്താവ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 11,309 എന്നുള്ള സെക്കൻഡ് ഓപ്ഷനാണ്. 68th ക്വസ്റ്റ്യൻ. 5 friends decided to play a game of badminton. Each of the 5 plays against every other friend. The winner gets 2 points for each game. He or she wins if each game എന്നവിടെ ചേർക്കണം. The winner gets 2 points for each game if he or she wins and the loser gets 0. അപ്പോൾ 5 പേര് പരസ്പരം കളിക്കുകയാണ്, ബാഡ്മിൻ്റൺ കളിക്കുകയാണ്. ബാഡ്മിൻ്റൺ കളിയും ഫുട്ബോൾ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ടെന്നീസ് കളിയും ഫുട്ബോൾ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനപ്പെട്ട വ്യത്യാസം ബാഡ്മിൻ്റൺ കളിയിൽ പിന്നെ ഡ്രോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ജയം അല്ലെങ്കിൽ തോൽവി. വോളിബോളായാലും ടെന്നീസ് കളിയായാലും ഒക്കെ ടൈമിൽ നിൽക്കുന്ന പിന്നെ സ്കോറിൽ ആദ്യം ഇത്ര സ്കോർ ചെയ്യുന്നവർ ജയിക്കുക എന്നുള്ളതാണല്ലോ. ഫുട്ബോളിൽ അങ്ങനെയല്ലല്ലോ. ഫുട്ബോൾ ടൈമാണ്. ടെന്നീസിൽ ആദ്യം എത്രയും ടൈമും കളിക്കാം, ബാഡ്മിൻ്റണിൽ എത്രയും കളിക്കാം. പക്ഷേ ആദ്യം 20 പോയിൻറ്റോ 21 പോയിൻറ്റോ കിട്ടുന്നവരാണ് ജയിക്കുക. അപ്പോൾ അത്തരം കളികളിൽ ഡ്രോ ഉണ്ടാവില്ല. അപ്പോൾ 5 പേര് പരസ്പരം കളിച്ചു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണെങ്കിൽ ആകെ എത്ര കളി ഉണ്ടാവും എന്നറിയാം? 5 × 4/2 ഉണ്ട്. 5 പേര് ഉണ്ട്, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഗെയിംസ് ഷുഡ് ബി 10 കളികളാണ് ഉണ്ടാകും. 5 പേര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണെങ്കിൽ 10 കളി ഉണ്ടാവും. അപ്പോൾ ഈ 10 കളിയിൽ ഓരോ കളിക്കും
2 പോയിൻ്റ് ഉണ്ടാകും. ഒന്നുകിൽ എ ജയിക്കും, എയും ബിയും കളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ എക്ക് 2 പോയിൻ്റ് അല്ലെങ്കിൽ ബിക്ക് 2 പോയിൻ്റ്. ഡ്രോ എന്നുള്ള 1-1 ഇല്ല. അപ്പോൾ ടോട്ടൽ 10 കളികളാണ് ഉണ്ടാകുക, മനസ്സിലാക്കുക. ഈ 10 കളികളിൽ ഓരോരുത്തർക്കും കിട്ടിയ പോയിൻ്റുകൾ കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും 4 പോയിൻ്റ് വീതം. അപ്പോൾ ആ കളി കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 4 കളിയാണ് ഉണ്ടാകുക. 5 പേര് കളിക്കുമ്പോൾ 5 പേര് എല്ലാവരുമായിട്ട് കളിക്കുമ്പോൾ എ ബി സി ഡി ഇ വിചാരിക്കാം. എ ബി സി ഡി ഇ ഇവർ പരസ്പരം കളിക്കുമ്പോൾ എക്ക് ബി സി ഡി ഇ ആയിട്ട് 4 കളി ഉണ്ടാവും. ബിക്ക് എ സി ഡി ഇ ആയിട്ട് 4 കളി ഉണ്ടാവും. അതുപോലെ സിക്ക് എ ബി ഡി ഇ ആയിട്ട് 4 കളി ഉണ്ടാവും. ഡിക്കും ഉണ്ടാവും 4 കളി, ഇക്കും ഉണ്ടാവും 4 കളി. അങ്ങനെ ആകെ ഇങ്ങനെ കൂട്ടുമ്പോൾ 20 കളിയുണ്ട്. പക്ഷേ അതിൽ എ ബിയോട് കളിച്ചതും ബി എയോട് കളിച്ചതും ഒക്കെ ഇതിൽ പെടുന്നതുകൊണ്ട് നേരെ പകുതി കളി ഉണ്ടാവുള്ളൂ. 10 കളിയെ ടോട്ടൽ ഉണ്ടാവുള്ളൂ. എയുടെ കണക്കിൽ നമ്മൾ 4 കൂട്ടി, അതിൽ ബി ആയിട്ട് കളിച്ചതുണ്ട്. ബിയുടെ കണക്കിൽ 4 കൂട്ടി, അതിൽ എ ആയിട്ട് കളിച്ചതുണ്ട്. പക്ഷേ ഒരു കളിയേ ഉള്ളൂ രണ്ടും കൂടി എ ബിയോട് കളിച്ചത്. അതുകൊണ്ട് 20ൻ്റെ നേരെ പകുതി 10 കളിയാണ് ടോട്ടൽ ഉണ്ടാകുക. അപ്പോൾ 10 കളിക്ക് ടോട്ടൽ 20 പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലോജിക്കൽ ക്വസ്റ്റ്യനാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് റെപ്രസെൻറ്റ് ദ സ്കോഴ്സ് ഓഫ് ദി 5 ഫ്രണ്ട്സ്. ഒരു കളി ജയിച്ചാൽ ഒരാൾക്ക് 2 പോയിൻ്റാണ്, തോറ്റാൽ പോയിൻ്റ് ഇല്ല. അപ്പോൾ മാക്സിമം ഒരാൾക്ക് കിട്ടുന്നത് 4 പോയിൻ്റാണ്. 8 പോയിൻ്റാണ്. ഒരു 4 കളിയാണല്ലോ ഒരാൾക്ക് ഉണ്ടാകുക. 4 ജയിച്ചാൽ 8 പോയിൻ്റ് ഒരാൾക്ക് കിട്ടും. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? ഈ 5 പേർക്കും ലഭിച്ച പോയിൻ്റുകളാണ് തന്നിരിക്കുന്നത്. 4 4 4 4 4. ഇങ്ങനെ അവസാന കളിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ എ ബി സി ഡി ഇക്ക് ഇങ്ങനെ പോയിൻ്റ് വരാൻ സാധ്യത ഉണ്ടോ? അതോ 6 4 4 4 2 ആൻഡ് 8 8 2 2 0 6 6 4 2 2. ഇങ്ങനെ ഒരു കളി കഴിഞ്ഞപ്പോഴുള്ള പോയിൻ്റുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതോ ഒരു കൂട്ടം പോയിൻറ്റ്സ് പിന്നെ കനോട്ട് റെപ്രസെൻറ്റ് ദ സ്കോഴ്സ് ഓഫ് 5 ഫ്രണ്ട്സ്. ഇങ്ങനെ കളി കഴിഞ്ഞാൽ ഇതിൽ ഏതോ ഒന്ന് തെറ്റായ ഇങ്ങനെ വരാൻ സാധ്യത ഇല്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ പോയിൻ്റുകൾ വരാം. ഇതിൽ 3 തരത്തിൽ പോയിൻ്റ് വരാം കളി കഴിയുമ്പോൾ. എയുടെയും ബി, ഇതൊക്കെ എ ബി സി ഡി ആണ് കേട്ടോ. എയുടെ പോയിൻ്റുകളാണ് എ ബി സി ഡി. എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ 4 വീതം പോയിൻ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ കളി തോറ്റാൽ മതി. എ ഒരു കളി തോറ്റു, ബി ഒരു കളി തോറ്റു. ഓരോരുത്തർക്കും 4 കളിയാണല്ലോ. അതിൽ ടോട്ടൽ ഒരാൾക്ക് 4 കളിയും ജയിച്ചാൽ 8 പോയിൻ്റ് കിട്ടും. പക്ഷേ ഇവിടെ 4 എല്ലാവർക്കും ഓരോ കളി വീതം തോറ്റു. എ ബിയോട് തോറ്റു, ബി സിയോട് തോറ്റു, സി ഡിയോട് തോറ്റു, ഡി ഇയോട് തോറ്റു, ഇ എയോടും തോറ്റു. അപ്പോൾ എല്ലാവരും ഓരോ കളി തോറ്റല്ലോ. അപ്പോൾ എല്ലാവർക്കും 4 പോയിൻ്റ് വീതം കിട്ടും. അത് പോസിബിളാണ്. ഇപ്പോൾ ടോട്ടൽ പോയിൻ്റ് 20 തന്നെ. ടോട്ടൽ 10 കളിയാണ്. 10 കളിയിൽ ടോട്ടൽ 20 പോയിൻ്റ് ഉണ്ടാകുക. എങ്ങനെ കൂട്ടിയാലും 20 പോയിൻ്റാണ്. കാരണം പിന്നെ ഡ്രോ അല്ലാത്തതുകൊണ്ട് ആകെ എല്ലാ പോയിൻറ്റും കൂടി കൂട്ടിയാൽ 10 കളിയിൽ 20 പോയിൻ്റ് ഉണ്ടാകും. 20 തന്നെയാണ്. അപ്പോൾ ദിസ് ഈസ് പോസിബിൾ. അതുപോലെ ഇതും പോസിബിളാണ്. ഇത് പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇതും പോസിബിളാണ്. ഇങ്ങനെയൊക്കെ പോയിൻ്റ് ഉണ്ടാകും. അതെന്താണ് കാരണം ഇവിടെ എ ആണല്ലോ. എക്ക് 8 പോയിൻ്റ്, ബിക്ക് 8 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് 4 കളിയാണല്ലോ. അപ്പോൾ എ എല്ലാ കളികളും ജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. എക്ക് 4 കളിയല്ലേ, 8 പോയിൻ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എ എല്ലാ കളിയും ജയിച്ചു. അതുപോലെ പിന്നെ ബിക്കും 8 പോയിൻ്റാണ്. ബിക്കും 8 പോയിൻ്റ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി 4 കളിയും ജയിച്ചു എന്ന് തന്നെയല്ലേ. അപ്പോൾ എ എല്ലാ കളികളും ജയിച്ചു, ബിയും എല്ലാ കളികളും ജയിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ എയും ബിയും മത്സരിച്ചപ്പോൾ ഏതെങ്കിലും ഒരാൾ തോറ്റിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 8 എന്നുള്ള ഈ 2 പോയിൻ്റ് വരാൻ സാധ്യതയില്ല. 8 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എല്ലാവർക്കും 4 വീതം കളികളാണ്. മാക്സിമം ഒരാൾക്ക് കിട്ടുന്നത് 4 കളിയും ജയിച്ചാൽ 8 പോയിൻ്റാണ്. അപ്പോൾ എയും 4 കളി ജയിച്ചു എന്ന് പറഞ്ഞാൽ എ ബിയെ തോൽപ്പിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. എ ബി സി ഡി എക്ക് തോൽപ്പിച്ചു. ബിക്കും 8 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി എയെ തോൽപ്പിച്ചു എന്നർത്ഥം. അത് സംഭവിക്കുമല്ലോ. ഒന്നുകിൽ എ ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്ക് 8 ആണെങ്കിൽ ബിക്ക് 8 ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ബാക്കിയുള്ള പോയിൻ്റുകളൊക്കെ ഇവിടെ എല്ലാവരും 2 കളി, ഞാൻ നേരത്തെ പറഞ്ഞത് മാറ്റി പറയാണ്. ഇവിടെ ഈ എല്ലാവരും 2 കളികൾ വീതമാണ് ജയിച്ചത്. എ 2 കളി ജയിച്ചു, ബി 2 കളി ജയിച്ചു, സി 2 കളി ജയിച്ചു, ഡി 2 കളി ജയിച്ചു, ഇ 2 കളി ജയിച്ചു. ബാക്കിയുള്ള 2 കളി എല്ലാവരും തോറ്റും പോകും. 4 കളിയിൽ 2 കളി വീതം എല്ലാവരും ജയിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയും
ഓരോരുത്തർ ഓരോ കളി തോൽക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതാണ് അപ്പോൾ ഇതിൽ ആൻസർ ഇതിൽ പോയിൻ്റ് വരാതിരിക്കാനുള്ള സാധ്യതയുള്ളത് ഇത് മാത്രമാണ്. അതിൻ്റെ ലോജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, ഒരാൾക്ക് പരമാവധി 8 പോയിൻ്റേ കിട്ടുള്ളൂ, 4 കളികളെ ഉണ്ടാവുള്ളൂ, 5 പേര് പരസ്പരം മത്സരിക്കുമ്പോൾ. അപ്പോൾ ഒരാൾക്ക് പരമാവധി 8 പോയിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ഒരു കളി, ബാക്കി 4 ആളും ഒരു കളിൻ്റെയും തോറ്റിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ ആളും എല്ലാ കളിയും ജയിക്കുന്ന സാധ്യതയില്ല. അപ്പോൾ 8-8 എന്ന് പോയിൻ്റ് 2 പേർക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് മാത്രം സാധ്യതയില്ലാത്തതാണ്, ബാക്കിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള പോയിന്റുകളും ആണ്. പിന്നെ ഇവിടെ 69th ക്വസ്റ്റ്യൻ, സ്റ്റഡി ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ദർ ആർ 1 2 3 4 സർക്കിൾസ് തന്നിട്ടുണ്ട്. അതിലൊക്കെ പല നമ്പേഴ്സുകളും തന്നിരിക്കുന്നു. ഇതിങ്ങനെ പോട്ടെ. പിന്നെ ഇങ്ങനെയുള്ള നമ്പറുകളാണ്. അതായത് പിന്നെ 4 സർക്കിൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. അതിൽ ഏറ്റവും 4 സർക്കിളും അതിൻ്റെ ഇൻ്റർസെക്ഷൻ വരുന്ന ഭാഗത്ത് 7 ഉണ്ട്. പിന്നെ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് 6, ഹിയർ 2, ദെൻ 1 3 4 5 13 5 11 13 ആൻഡ് 12 10. അപ്പോൾ ഈ സർക്കിളുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് സർക്കിൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ഭാഗമുണ്ട്, 3 എണ്ണം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്. ഈ 7 ഒക്കെ അതിൽപ്പെട്ടാണ്. 4 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് 9. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് എക്സ് ഡിനോട്ട് ദ സം ഓഫ് നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 2 സർക്കിൾസ് ആൻഡ് വൈ ഡിനോട്ട് ദ സം ഓഫ് നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ എക്സാക്ട്ലി 3 സർക്കിൾസ്. വൈ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 2 സർക്കിളിൽ എല്ലാം വരുന്നതാണ്. 2 സർക്കിളിൽ വരുന്നത് നമ്പറുകൾ, ചുരുങ്ങിയത് 2 സർക്കിളിൽ വരുന്ന നമ്പറുകൾക്ക് എക്സ് എന്ന് പറയും. അപ്പോൾ 3 സർക്കിളിൽ വരുന്നതും വരാം, 4 സർക്കിളിലും വരുന്നതും വരാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാകാം? എക്സ് എന്ന് പറയുന്നത് 2 സർക്കിളിൽ വരുന്ന നമ്പറുകൾ 8 അല്ലേ, പിന്നെ 10, പിന്നെ 2 സർക്കിൾ, ഇത് രണ്ടും ഈ 2 സർക്കിൾ 3, പിന്നെ 6, ഇത്രയാണ് 2 സർക്കിളിൽ. പിന്നെ 3 സർക്കിളിലും വരുന്നത് ഇതാണ്, 3 സർക്കിളുകളിൽ വരുന്നത് ഇത്, ഈ 2 എന്നുള്ള പറയുന്നത് ഈ സർക്കിളിലും വരുന്നുണ്ട്, ഈ സർക്കിളിലും വരുന്നുണ്ട്. ഈ വലിയ സർക്കിളിലുണ്ട്, ഈ സർക്കിളിലുണ്ട്, ഈ സർക്കിളുണ്ട്. അപ്പോൾ 2, പിന്നെ എക്സ് 3 സർക്കിൾസ്, ഇത് 2 സർക്കിൾസാണ്. 2 സർക്കിൾസിൽ വരുന്നതാണ് 10 3 5 and 11. 10 3 5 ആണ്, and 11. 2 circles, 10 3 5 and 11. 3 സർക്കിൾസിൽ വരുന്നത് 2 6 8 and 9. 4 സർക്കിൾസിൽ വരുന്നത് 7. 4 സർക്കിളിലും കൂടി അകത്ത് വരുന്നത് 7 മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സർക്കിളിൽ മാത്രം വരുന്നത് 1 സർക്കിൾ ഓൺലി, 1 സർക്കിൾ ഓൺലി, അതിൽ മാത്രം വരുന്നതാണ് 12 13 4 and 1. 12 13 4 and 1. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, അറ്റ്ലീസ്റ്റ് 2 സർക്കിൾസ് വരുന്ന നമ്പറുകളുടെ സമ്മിൽ നിന്ന് വൈ ഡിനോട്ട്സ് ദ സം ഓഫ് നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ എക്സാക്ട്ലി 3 സർക്കിൾസ്.
അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 സർക്കിൾ വരുന്ന നമ്പറുകളുടെ തുക എന്ന് ഇതെല്ലാം കൂട്ടണം. അതിൽ നിന്ന് പിന്നെ y സബ്ട്രാക്ട് ചെയ്യണം. x - y ആണ്. y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ഓഫ് നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ എക്സാക്ട്ലി 3 സർക്കിൾസ്. 3 സർക്കിളിൽ ഉള്ള നമ്പറുകളുടെ തുകയാണ്. അപ്പോൾ 2 സർക്കിള് 3 സർക്കിൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 ആകാം, 3 ആകാം, 4 ആകാം. അതിൽ നിന്ന് 3 ഉള്ളത് മാത്രം കുറച്ചാൽ x - y എന്തായിരിക്കും? x എന്ന് പറയുന്നത് 2 സർക്കിളിൽ വരുന്ന നമ്പറുകളും 3 സർക്കിളിൽ വരുന്ന നമ്പറുകളും 4 സർക്കിളിൽ വരുന്ന നമ്പറുകളൊക്കെ കൂട്ടിയതാണ്. അതിൽ നിന്ന് y എന്ന് പറയുന്ന 3 സർക്കിളുകളിൽ മാത്രം വരുന്നത് കുറച്ചാൽ പിന്നെ എന്താ വരിക? 2 സർക്കിൾസ് പ്ലസ് 4 സർക്കിൾസ്. 2 സർക്കിളിലെ നമ്പറുകളുടെ തുകയും 2 എണ്ണത്തിൽ വരുന്ന തുകയും 4 എണ്ണത്തിൽ വരുന്ന തുകയും കൂട്ടുന്നതാണ് x - y. എക്സിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, എക്സ് എന്ന് പറഞ്ഞാൽ 2 സർക്കിളിൽ വരുന്നതും 3 സർക്കിളിൽ വരുന്നതും 4 സർക്കിളിൽ വരുന്നതുമായിട്ടുള്ള നമ്പറുകളാണ്. അതിൽ നിന്ന് 3 സർക്കിളുകളിൽ വരുന്ന y അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 2ഉം 4ഉം അവശേഷിക്കും. അപ്പോൾ 2ലും 4ലും വരുന്നത് ഏതൊക്കെയാണ്? 2 സർക്കിളിൽ വരുന്ന നമ്പറുകൾ ഇതാണ് 10 + 13 10 + 3 + 5 ആണ് 2 സർക്കിളിൽ വരുന്ന വേറെ നമ്പർ. മറ്റൊന്ന് 11 ആണ്. 11 പിന്നെ 4 സർക്കിളിലും വരുന്നത് 7 ആണ്. അതും കൂടി കൂട്ടും. അത് ആ ആൻസർ എത്രയാണെന്ന് നോക്കുക. 2 സർക്കിളിലും 4 സർക്കിളിലും കൂടി വരുന്നത് 2 സർക്കിളിൽ വരുന്നതാണ് 5, 11, 10, 3. 3 സർക്കിളിൽ വരുന്നത് നമ്മൾ ഒഴിവാക്കി. അതേതൊക്കെയാണ്? 9, 2, 6, 8. അത് കുറയും. ഒരു സർക്കിളിൽ മാത്രം വരുന്നത് ചോദിച്ചിട്ടില്ല. അത് 13, 12, 1, 4 ആണ്. അത് ക്വസ്റ്റ്യനിലില്ല. പിന്നെ 4 സർക്കിളിലും വരുന്നത് ഇതാണ്. അപ്പോൾ ഇത് 2 സർക്കിൾസ്, ഇത് 4 സർക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ തുകയാണ്. അതിൻ്റെ ആൻസർ 13, 5, 18, 11, 39, 7, 46. 46 അതിൽ ഉണ്ടോ എന്ന് നോക്കുക. അതെ, തെറ്റിയോ? 13, 5, 18, 11, 31, 29, 7, 36. 36 ആണ്. 36. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. 36 എന്നുള്ളത് നമ്മുടെ തേർഡ് ഓപ്ഷനാണ്. അപ്പോൾ അത് പിന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ, അപ്പോൾ ഇങ്ങനെ 4 സർക്കിൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത ഭാഗം ഉണ്ടാവും, 2 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. അതിന് ഉദാഹരണമാണിത്. 3 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും, 4 സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും. ഈ 7 എന്നുള്ളത് 4 സർക്കിളിലും ഉണ്ട്. ഈ സർക്കിളിലുണ്ട്, ഈ സർക്കിളിലുണ്ട്, ഈ സർക്കിളിലുണ്ട്, ഈ സർക്കിളിലുണ്ട്, ഈ സർക്കിളിലൊക്കെ 7 ഉണ്ട്. പക്ഷേ ഈ 8 3 സർക്കിളിലേ ഉണ്ടാവുള്ളൂ. ഇതിലുണ്ട്, പിന്നെ ഈ സർക്കിളിലുണ്ട്, വലുതിലുണ്ട്. എന്നാൽ ഈ 7 4 സർക്കിളിലുണ്ട്. എന്നാൽ 1 ഈ ഒരു സർക്കിളിൽ മാത്രമേ ഉള്ളൂ. 3 ആണെങ്കിൽ ഈ സർക്കിളിലും മാത്രമേ 3 ഉള്ളൂ. ഇതിലും അങ്ങനെയുള്ള അത് കണ്ടെത്തുക എന്നുള്ള അതാണ് നമ്മൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 69. അടുത്തത് 70 എന്നുള്ളത് മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മിറർ ഇമേജ് അത് എവിടെയാണ് ഒരു ഫിഗറിൻ്റെ ഇമേജ് എവിടെയാണ് മിറർ വെക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഇത് തന്നെ നമ്മൾ നോക്കുക. ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിൻ്റെ കറക്റ്റ് മിറർ ഇമേജ് കണ്ടെത്താനാണ് പറയുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചിത്രം, അതുപോലെ ഇങ്ങനെ 4 മൂലയിലും ഓരോ ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. അതിൻ്റെ മിറർ വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു ചിത്രം കൂടിയുണ്ട്. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ഇമേജ് ഇല്ലാതെ തന്നെ കണ്ടെത്താൻ കഴിയും. ഇത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. 1, 2.
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ മിറർ ഇവിടെ വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ്, താഴെയാണ് മിറർ വെച്ചത് അല്ലേ? അപ്പോൾ എവിടെയാണ് മിറർ വെക്കുന്നത്? ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാൾ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഈ മിറർ ഇവിടെ വെച്ചാൽ, ഇവിടെയാണ് മിറർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയാളുടെ പിന്നെ ഈ ഇമേജ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയാണ് ഇമേജ് വരിക. എന്നാൽ മിറർ നേരെ താഴെയാണെങ്കിൽ, അതായത് ഒരാൾ തറയിൽ നിൽക്കുകയാണെങ്കിൽ, നല്ല മൊസൈക്കിട്ട നല്ല മിനുസമുള്ള തറയാണെങ്കിൽ അയാളുടെ ഇമേജ് ആ തറയിൽ കാണുന്നത് ഇങ്ങനെയായി. എന്നാൽ അയാളൊരു കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെയാണ് മിറർ നിൽക്കുന്നതെങ്കിൽ അയാളുടെ ഇമേജ് ഇങ്ങനെയായി. ഇങ്ങനെയായിരിക്കും ഇമേജ്. ഇനി ഇവിടെയാണ് മിറർ വെച്ചതെങ്കിൽ അയാളുടെ ഇമേജ് ഇങ്ങനെയായി. ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ എവിടെയാണോ ഈ മിറർ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇമേജ് വരിക. ഇപ്പോൾ ഒരാൾ സാധാരണ നമുക്ക് കാണാൻ കഴിയും, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധാരണ. അത് ഒരു കണ്ണാടിയിൽ കാണുകയാണെങ്കിൽ ആരെ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് നമുക്ക് തോന്നുള്ളൂ. ആ തരത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് മിറർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമേജ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇതിനെ 4 മൂലയിലും 4 സ്ക്വയേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഉള്ളത് ഇവിടെ വരും. ഇത് ഇവിടെ ഏറ്റവും അകലെയുള്ളത് ഇവിടെ അകലെ തന്നെ ആയിരിക്കും. കണ്ണാടിയുടെ അടുത്തുള്ള ഭാഗം കണ്ണാടിയുടെ അടുത്ത് തന്നെ ഇമേജ് വരിക അല്ലേ? ഇങ്ങനെ ഇത് വരികയാണ്. ഈ വര കണ്ണാടി ഇവിടെ ആകുമ്പോൾ ഇത് വരുമ്പോൾ അടുത്തുള്ള കൈ അടുത്തുള്ള, ഈ കണ്ണാടിയിൽ നിന്ന് അകലെയുള്ള കൈയുടെ ഇമേജ് അകലെയായി. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ അടുത്തുള്ളത് കണ്ണാടിയുടെ അടുത്തുള്ള കൈ ഈ ഇങ്ങനെ പൊക്കി പിടിച്ച കൈയാണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് അടുത്ത്, അകലുള്ളത് അകലെയായി. ഇവിടെ തറയാകുമ്പോൾ കാലാണ് അടുത്ത്, അപ്പോൾ കാലാണ് ഈ കണ്ണാടിയുടെ അടുത്ത് വരിക. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 ഇമേജ് ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് അകലെ കണ്ണാടിയിൽ നിന്ന് അടുത്താണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇങ്ങനെ ഇമേജ്. അപ്പോൾ അങ്ങനെ വരുന്ന ചിത്രം ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഈ 4 എണ്ണത്തിൽ ഇതുപോലെ വരുന്ന ചിത്രം ഇതിൽ ഒന്നാമത്തേതാണ്. ഈ ചിത്രം ഓപ്ഷൻസിൽ ഒന്നാമത്തെ ചിത്രമാണ്. ബാക്കിയൊന്നും ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഈ ഒരു ചിത്രം വരുന്ന ആൻസർ ഓപ്ഷൻ ഇതിൽ, അതായത് ഇവിടെ 2 അടിയിൽ ഇവിടെ പുള്ളി ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്നത് 2 എണ്ണം ഉള്ളത്. ഒന്ന് ഇതുണ്ട്, ഒന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിലും വരെ ഇങ്ങനെ തന്നെയാണ്, പക്ഷേ അതിൽ പുള്ളികൾ ഇവിടെയാണ്. അപ്പോൾ അതല്ല. അപ്പോൾ ഈ 2 പുള്ളികൾ ഇവിടെ തന്നെ വെക്കണം. പിന്നെ മറ്റേ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് എന്ത് തന്നെ ആയാലും ഇതല്ലാതെ വേറെ ആൻസർ വരാൻ സാധ്യതയല്ല. ഇനി ഇത് നോക്കുമ്പോൾ അതും ശരി തന്നെ ആയിരിക്കും. അത് നിങ്ങൾക്ക് വിട്ടുവരുന്നത് ശരിയല്ലേ നോക്കാൻ. അങ്ങനെ ആണ് ഇമേജ് നോക്കുക. ഇമേജ് നമ്മൾ വരച്ച് തന്നെ പഠിക്കണം. അതൊരു മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. കണ്ണാടിയിൽ ഒരു വര തന്നാൽ ഇപ്പോൾ 3 മണിയാവുമ്പോൾ ചിലപ്പോൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ, 4:35 ആകുമ്പോൾ കണ്ണാടി യഥാർത്ഥ സമയം ഒരു ക്ലോക്കിൽ 4:35 ആകുമ്പോൾ അതിൻ്റെ മിറർ ഇമേജിൽ എന്തായിരിക്കും സമയം, അത് കാണാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. 4:35 ആണ് സമയമെങ്കിൽ അതിൻ്റെ കണ്ണാടിയിൽ കാണുന്ന ഇമേജിൽ ഉണ്ടാകുന്ന സമയം അത് 12 മണിയിൽ നിന്ന് കുറക്കുക. 12 എന്നുള്ളത് 11:60. 11:60 നിന്ന് 4:35 കുറച്ചാൽ എത്രയാണ് വരിക? 7:25 ആയി. അപ്പോൾ 4:35 എന്ന് ഒരു ക്ലോക്കിൽ സമയം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജിൽ കാണിക്കുന്ന സമയം 7:25 ആയിരിക്കും. 3 മണിക്ക് 9 മണിയായിരിക്കും, 9 മണിക്ക് 3 ആയിരിക്കും. ഒരേപോലെ സമയം കാണിക്കുന്ന 2 സമയമുള്ളൂ. ഒന്ന് 6 മണി ഇമേജ്, അതുപോലെ ഒന്ന് 12 മണി. 12 മണിക്കും 6 മണിക്കും ഇമേജും ക്ലോക്കിലെ സമയവും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മറ്റ് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയാം. മറ്റൊരു ചോദ്യമാണ് 71ാമത്തെ ക്വസ്റ്റ്യൻ. 3, 2, 4, 6, 8. ഒബ്സർവ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ അല്ലേ? 9 ചിത്രങ്ങൾ തന്നിരിക്കുന്നു. ബേസ്ഡ് ഓൺ ദി എബോവ് ഫിഗേഴ്സ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ. ഈ 9 ചിത്രങ്ങളെ
3 വീതമുള്ള കാറ്റഗറി ആക്കി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയായ കാറ്റഗറി നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു 1, 3 and 6. ഒന്നാമത്തേലൊരു ട്രയാങ്കിളാണ്, മൂന്നാമത്തെ ട്രയാങ്കിളിന് നടുക്കൂടെ ഒരു വരണ്ട്, പിന്നെ 6 എന്ന് പറയുന്നത് ഒരു സ്റ്റാറാണ്. അപ്പോൾ അത് തമ്മിൽ നമുക്ക് വലിയ ബന്ധം കാണാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ നോക്കുക 1, 2, 3 ഒരു ഗ്രൂപ്പായി. 1 എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്, 2 എന്ന് പറയുന്നത് ഒരു സ്ക്വയറിൻ്റെ 2 ഡയഗണൽ വരച്ചതാണ്, മൂന്നാമത്തേത് 3 എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഒരു രണ്ടാക്കി പകുത്തതാണ്. അതും തമ്മിൽ എന്തെങ്കിലും ഒരു കാറ്റഗറി ആയിട്ട് ഒറ്റ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ വല്ല ഒരു മാർഗം കാണുന്നില്ല. മൂന്നാമത്തെ നോക്കുക 1, 6, 8. ഒന്നാമത്തേത് ഒരു ട്രയാങ്കിളാണ്, രണ്ടാമത്തേത് ഒരു സ്റ്റാറാണ് 4 ഭാഗമുള്ള, ആൻഡ് 8 എന്ന് പറയുന്നത് ഒരു പെൻറ്റഗണാണ്, പഞ്ചഭുജാണ്, 5 വശമുള്ള. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നമുക്കൊരു പ്രത്യേകത കാണാൻ കഴിയും, അതിൻ്റെ നടുക്ക് വരകളില്ല അല്ലേ. അപ്പോൾ 1, 6, 8 എന്നുള്ളത് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ അവ ദേ ആർ നോട്ട് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. അതുപോലെ തന്നെ 3, 5, 9. 3 എന്നുള്ള ട്രയാങ്കിളിനെ 2 ഭാഗമായിട്ട് വിഭജിച്ചു, 5 എന്നുള്ളത് പെൻറ്റഗണെ 2ആയിട്ട് വിഭജിച്ചു, ആൻഡ് 9 എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തെ 2ആയി വിഭജിച്ചു. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് 2 ഭാഗങ്ങളാക്കി മാറ്റിയതാണ്. ആദ്യത്തെ 1, 6, 8 എല്ലാം ഒറ്റ ഫിഗർ മാത്രമാണ്, അതിനെ വിഭജിച്ചിട്ടില്ല. പിന്നെ 3, 5, 9 ഓരോ ഫിഗറിനെയും 2ആയി വിഭജിച്ചിരിക്കുന്നു. അതുപോലെ 2, 4, 7 നോക്കുക. 2 എന്നുള്ളത് ഒരു സ്ക്വയറിനെ 4ആയി വിഭജിച്ചിരിക്കുന്നു. 4 എന്നുള്ളത് ഒരു പാരലോഗ്രാണ്, ഒരു സാമാന്തരികത്തിൻ്റെ 4ആയി വിഭജിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 7 എന്ന് പറയുന്നത് അതും ഒരു പെൻറ്റഗൺ തന്നെ, തല കീഴായി പിടിച്ച ആ പെൻറ്റഗണെയും 4ആയി വിഭജിച്ചു. അപ്പോൾ അതാണ് അതിൻ്റെ കുറച്ചുകൂടി ലോജിക്കലായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. 1, 6, 8 അതിനെ വിഭജിച്ചിട്ടില്ല ചിത്രങ്ങളെ, 3, 5, 9 2ആയി വിഭജിച്ചിരിക്കുന്നു എല്ലാ ചിത്രങ്ങളെയും, 2, 4, 7 എല്ലാ ചിത്രങ്ങളെയും 4ആയി വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ദ ഗ്രൂപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നതിന് ശരിയായ ആൻസർ. അത് 3rd ഓപ്ഷനാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. ഇതിൽ പറയുന്നത് രാജു ഇൻവൈറ്റഡ് ഫ്രണ്ട് ജോർജ് ഫോർ എ ഡിന്നർ അറ്റ് ഹിസ് ഹൗസ്. വെൻ ജോർജ് ആസ്ക്ഡ് ഫോർ ദി ഡിറക്ഷൻ ഓഫ് രാജുസ് ഹൗസ്, രാജു ഗേവ് ഹിം ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ: പ്രൊസീഡ് 140 meters സൗത്ത് ഫ്രം യുവർ ഹൗസ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ചിത്രം വരയ്ക്കാം. ഇതാണ് രാജുവിൻ്റെ ഹൗസ് എന്ന് വിചാരിക്കുക. ഹൗസ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക. 140 meters സൗത്ത്. ഇത് സൗത്ത് നമ്മൾ സാധാരണ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡയറക്ഷൻ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. പ്രൊസീഡ് 140 meters സൗത്ത് ഫ്രം യുവർ ഹൗസ്. ഇതാണ് രാജുവിൻ്റെ വീട്. അവിടുന്ന് 140 meter സൗത്ത് തെക്കോട്ട് വരിക. 140 meter ഉണ്ടെന്ന് വിചാരിക്കാം, തെക്കോട്ട് വരിക. എന്നിട്ടോ ഫ്രം യുവർ ഹൗസ് ദെൻ വാക്ക് 200 meters ടു ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് 200 meter പിന്നെ നടക്കുക, അതായത് കിഴക്കോട്ട്. ഇപ്പോൾ ഈ ചിത്രം നമ്മൾ റഫ് ചെയ്യാനുള്ള സ്ഥലത്ത് ആ പേജിൽ ഈ ചിത്രം ഒന്ന് വരയ്ക്കുക. ഏകദേശം ഈ 140 ആകുമ്പോൾ 200 ആകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു തോതിനനുസരിച്ച് വരയ്ക്കുക. 200 എങ്ങോട്ടാണ് 200 meter? തെറ്റരുത്. അപ്പോൾ ആദ്യം തെക്കോട്ട് 140 meters, ദെൻ വാക്ക് 200 meters ടു ദ ഈസ്റ്റ്. ഇതാണല്ലോ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 200 meter നടക്കുക. ദെൻ ടേൺ ടു നോർത്ത്, പിന്നെ വടക്കോട്ട് തിരിയുക. അത് അങ്ങോട്ട് മേലോട്ട് വടക്കോട്ട്. ദെൻ ടേൺ ടു നോർത്ത് ആൻഡ് വാക്ക് 100 meters 100 meter നടക്കും. ഇത് 140 ഇത്. അപ്പോൾ ഇത് 100 കുറച്ചിട്ട് ഇത്ര 100 meter. ടേൺ ടു നോർത്ത് 100 meters. ആഫ്റ്റർ ദാറ്റ് വാക്ക് 160 meters ടു വെസ്റ്റ്. ഇതിന് ശേഷം 160 meter പടിഞ്ഞാറോട്ട് നടക്കുക. 200 ഉണ്ട്, അപ്പോൾ 160. ഇങ്ങോട്ടാണല്ലോ പടിഞ്ഞാറ്. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ അത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഒരു ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. ആ ചിത്രം വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 houses ആൻഡ് ദ ഡയറക്ഷൻ ടു രാജുസ് ഹൗസ് ഫ്രം ജോർജ് ഹൗസ്. 2 കാര്യം കാണണം. ഒന്ന് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്.
ഇത് രാജുവിൻ്റെ വീടാണ്, ഇത് ജോർജിൻ്റെ വീടാണ്. അപ്പോൾ രാജുവിൻ്റെ വീടിന് ജോർജിൻ്റെ വീട്ടിലേക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതെത്ര, ഈ ഡിസ്റ്റൻസ് എത്രയെന്ന് കാണണം. പിന്നെ ഇത് ഇവിടുന്ന് ഏത് ഡയറക്ഷനിലാണ്, രാജുവിൻ്റെ വീട്ടിൽ നിന്ന് ജോർജിൻ്റെ വീട്ടിൻ്റെ ഈ ഡയറക്ഷൻ ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ കഴിയും. ഇതിങ്ങനെയുള്ള ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ ഏതാണ്? ഇതാണുള്ള ഡയറക്ഷൻ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്, സൗത്ത് ഈസ്റ്റാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ രാജുവിൻ്റെ വീടിൽ നിന്ന് ജോർജിൻ്റെ വീട്ടിലേക്ക് സൗത്ത് ഈസ്റ്റാണ് കേട്ടോ. നേരെ തിരിച്ചാണെങ്കിൽ ജോർജിൻ്റെ വീടിൽ നിന്ന് രാജുവിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് വരിക. അത് നോർത്ത് വെസ്റ്റാണ് വരിക, നോർത്ത് വെസ്റ്റ്. പക്ഷേ ഇത് രാജുവാണ് പുറപ്പെടുന്നത്. രാജുവിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ സൗത്ത് ഈസ്റ്റ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ ഇത് സൗത്ത് ഈസ്റ്റ് ആണല്ലേ, നേരത്തെ പറഞ്ഞല്ലോ. ഇത് നോർത്ത് ഈസ്റ്റാണ്, ഇത് നോർത്ത് വെസ്റ്റാണ്, ഇത് സൗത്ത് വെസ്റ്റാണ്. അപ്പോൾ ഇത് ഡയറക്ഷൻ നമുക്ക് കിട്ടി സൗത്ത് ഈസ്റ്റാണ്. പിന്നെ സൗത്ത് ഈസ്റ്റിൽ 2 ഓപ്ഷൻസിൽ സൗത്ത് ഈസ്റ്റ് തന്നെ 2 ആൻസറുകളുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസും കൂടി കാണണം. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 140 ഇത് 100. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 100 ഉണ്ട്, ഇത് 100. അപ്പോൾ ഇത് 40. ഇത് ടോട്ടൽ 140. ഇവിടെ നിന്ന് 100 വന്നു, അത് നേരെ ഇങ്ങോട്ട് വരുമ്പോഴും ഇതും 100 തന്നെ ആയിരിക്കും. അതാണ് ഈ 100 എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് 40 ആയി, ദിസ് 140. ഇത് ഇങ്ങോട്ട് 200 പോയി, ഇങ്ങോട്ട് നേരെ വടക്കോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് 160 വന്നു. അപ്പോൾ ഇത് 160. ഇത് ടോട്ടൽ 200. ഇങ്ങോട്ട് 200 പോയാൽ ഇതും 200 ഉണ്ടാവും. അപ്പോൾ ഇതും 40 ആയി. അപ്പോൾ ഇത് ഇങ്ങനെ 40, ഇതും 40, 40. അപ്പോൾ ഇതെന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ മറ്റ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 2 ചെറിയ വശങ്ങൾ 40, 40 ആണെങ്കിൽ അതിൻ്റെ കർണം 40√2 ആയിരിക്കും. അതായത് ഹൈപ്പോട്ടന്യൂസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ 2 സ്മോളർ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 40, 40 ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 40√2. ഒരു മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ 40, 40 ആണെങ്കിൽ അതിൻ്റെ കർണം 40√2 ആയിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 40√2 ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ് 40√2 മീറ്റേഴ്സ് ആൻഡ് സൗത്ത് ഈസ്റ്റ്. 40√2 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ്, സൗത്ത് ഈസ്റ്റ് ആണ് ഡയറക്ഷൻ എന്ന് ഇപ്പോൾ ചിത്രം വരച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. ഇനി 73rd question. In a code language, appeal is coded as APPEAL is coded as 256572. 256572 and play is coded 7259. Then in the same language, Perl, PEARL, Perl is coded to what? To coded as each number code stands for unique alphabet. ഒരു നമ്പർ ഒരു ആൽഫാബറ്റിനെ, ഇപ്പോൾ 2 എന്നുള്ളത് ഏക്കാണെങ്കിൽ പിന്നെ 2 വേറെ ഇതിനും പോവില്ല എന്നർത്ഥം. സ്റ്റാൻഡ്സ് ഫോർ യൂണിക് ആൽഫാബറ്റ്. അപ്പോൾ അതിൻ്റെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടെത്താനുള്ള മാർഗം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, അപ്പീൽ എന്നുള്ളതിൽ P occurs twice. P 2 പ്രാവശ്യം വരുന്നുണ്ട്, അതുപോലെ എയും 2 പ്രാവശ്യം വരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം വരുന്ന നമ്പറുകൾ ഏതൊക്കെ? ഇതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം. എക്ക് ഇവിടെ 2 ആണെങ്കിൽ പിന്നെ പിക്ക് വേറൊരു സംഖ്യ ആണെങ്കിൽ ഇതേ ഓർഡറിൽ തന്നെ എയുടേത് ആദ്യം പിയുടേത് രണ്ടാമത് എന്നുള്ള നിലക്കല്ല. ഇവിടെ കുറേ സംഖ്യകളുണ്ട്, ഇവിടെ കുറേ അക്ഷരങ്ങളുണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കോഡാണ് ഇവിടെ. അത് ഇവിടുത്തെ എയുടെ കോഡ് ചിലപ്പോൾ ഇവിടെ 3ാമതാണ് വരിക, ചിലപ്പോൾ 4ാമത്. ആ ക്രമത്തിലല്ല തന്നിരിക്കുന്നത്. ക്രമത്തിലാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷേ ക്രമത്തിലല്ലാത്തത് തന്നാലും ആ എയുടേതും ബിയുടേതും സെപ്പറേറ്റ് എന്തായിരിക്കും എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എ ഈസ് റിപ്പീറ്റഡ് ഹിയർ ട്വൈസ്. എ 2 തവണ വന്നു, പിയും 2 തവണ വന്നു. അപ്പോൾ ഇവിടെ 2 തവണ വന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 2, 2 വന്നിട്ടുണ്ട്, പിന്നെ 5ഉം 5ഉം. അപ്പോൾ 5, 2 എന്നുള്ളത് എ പി. എയുടേത് ഒന്നുകിൽ 5 ആകാം അല്ലെങ്കിൽ 2 ആകാം, പിയുടേത് ഒന്നുകിൽ 2 ആകാം അല്ലെങ്കിൽ 5 ആകാം, അങ്ങനെ വരുന്നു. അതല്ലാത്തത് പിന്നെ ഏതാ ഇവിടെ ഉള്ളത്? പിന്നെ ഇവിടെ പിയും
എയും അല്ലാതെ പിന്നെ ഇവിടെ ആകെയുള്ള 6 ലെറ്ററുകളുണ്ട്. ഇയും എല്ലും ആണ്. ഇ ഓർ എൽ. അപ്പോൾ ഈക്കോ എല്ലിനോ ഇവിടെ വരുന്നത് 2ഉം 5ഉം അല്ലാത്ത 6ഓ 7ഓ ആണ്. അപ്പോൾ ഈ ഒന്നുകിൽ 7 ആകാം അല്ലെങ്കിൽ 6 ആകാം. അപ്പോൾ അത് ഏതാണ് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത കോഡ് നോക്കുന്നു. പ്ലേ എന്നുള്ളതിൽ എൽ മാത്രമേ ഉള്ളൂ, ഇ ഇല്ല. അപ്പോൾ എല്ലിന് ഇവിടെ വന്ന് 6ഓ 7ഓ ഇവിടെ വന്നിട്ടുണ്ടോ, 7 ഉണ്ട്. അപ്പോൾ ഈ എൽ എന്നുള്ളതിന് എന്തായിരിക്കണം, അപ്പോൾ എൽ 7 ആണ്, അപ്പോൾ ഇ 6 ആണ്. കാരണം ഈ എൽ എന്നുള്ളതിന് 6ഓ 7ഓ ആയിരിക്കും. കാരണം എയും പിയും എയും കഴിഞ്ഞാൽ 2ഉം 5ഉം 2ഉം കഴിഞ്ഞാൽ പിന്നെ 6ഉം 7ഉം ആണ്. 6ഉം 7ഉം ഇവിടെ വരുന്നത് ഈക്കും എല്ലിനുമാണ്. പക്ഷേ പ്ലേ എന്നുള്ളതിൽ എൽ മാത്രമേ ഉള്ളൂ. ആ എൽ മാത്രമുള്ളതിൻ്റെ കോഡ് വന്നപ്പോൾ അതിൽ 7 ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൽ 7-നാണ്. എൽ 7-നാണെങ്കിൽ പിന്നെ ഇ 6-നാണ്. പിന്നെ നമ്മൾക്ക് കോഡ് ചെയ്യേണ്ടത് പേളാണ്. അപ്പോൾ പേളിൽ ഏതൊക്കെയുണ്ട്, പീക്ക്, ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പീക്കും എക്കും ഏതാണെന്ന്. അപ്പോൾ പി എന്നുള്ളതിന് 2ഓ അല്ലെങ്കിൽ 7ഓ വരാം, എ എന്നുള്ളതിനും 2ഓ 5ഓ വരാം. അപ്പോൾ 2ഉം 5ഉം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പീക്കും എക്കുമായിട്ട് 2ഉം 5ഉം വരണം. പിന്നുള്ളത് ഇ ആണ്. ഇക്ക് 6 ഉണ്ട്. ഈ 6 എന്ന് കണ്ടെത്തി. പിന്നുള്ളത് 6 ആണ്. 6 എന്നുള്ളത് ഇവിടെ വന്നിട്ടേ ഇല്ല, മനസ്സിലാക്കുക. അപ്പോൾ ഇതിലൊന്നും വരാത്ത ഒരു സംഖ്യ വരണം. അപ്പോൾ 2ഓ 5ഓ 6ഓ 7ഓ 9ഓ അല്ലാത്ത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എയും പിയും 2ഉം 5ഉമാണ്, എൽ 7 ആണ്. അപ്പോൾ വൈ 9 ആണ്. വൈ ആണ് 9 എന്ന് മനസ്സിലാക്കാം. വൈ 9 ആണെന്ന് ഇന്ന് കിട്ടുന്നു. വൈ ഈസ് 9. അപ്പോൾ 6 എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ 2ഓ 5ഓ 6ഓ 7ഓ 2ഓ 9ഓ അല്ലാത്തൊരു നമ്പറായിരിക്കും. അപ്പോൾ അതല്ലാത്തൊരു നമ്പർ ഇവിടെ വരണം. അങ്ങനെ വന്നത് പിന്നെ എൽ എന്നുള്ളത് നമ്മൾ 7 കണ്ടെത്തി ചെയ്തു. അപ്പോൾ 2, 5, 6, 7 വരണം. പിന്നെ ഇതിലില്ലാത്തൊരു നമ്പറും വരണം. ആ കോഡ് ഏതാണ്, 2, 5, 6, 7, 8. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ. 8 ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതാണ് 6ൻ്റെ കോഡ് 8 ആയിരിക്കും. അപ്പോൾ 2, 5, 3, 8, 7. 3 വരുന്നില്ല, 3 ഇതിൽ ഇല്ലല്ലോ. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇതിൽ വരുന്നത് 6, 7, 5, 2, 2. ഇതിൽ അക്കങ്ങൾ ആവർത്തിക്കുന്നില്ല. അപ്പോൾ 2, 2 വരാൻ പാടില്ല. പേൾ എന്നുള്ള വാക്കിൽ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നില്ലല്ലോ, PEAR നിന്നല്ല. അപ്പോൾ 2, 2 മൂന്നാമത്തെ ഓപ്ഷൻ ഏതായാലും പറ്റില്ല. പിന്നെ 2, 5, 6, 7, 9. 2, 5, 6, 7, 9. 9 എന്നുള്ളത് നമ്മൾ കണ്ടെത്തി വൈക്ക് 9 ആണ്. പക്ഷേ വൈ ഇതിലില്ല, ഈ വാക്കിലില്ല. അതുകൊണ്ട് 2, 5, 7, 6, 8 എന്നുള്ളതാണ്. 8 എന്നുള്ളത് 6ൻ്റെതായിരിക്കും, ഇതിലില്ലാത്ത പിന്നെ 6 എന്നുള്ളതിൻ്റെ ആയിരിക്കും എന്ന് നമ്മളിപ്പോൾ അങ്ങനെയാണ് ആ കോഡിങ് കണ്ടെത്തുക. അത് ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇനി 74ാമത്തെ ചോദ്യം, 74 മുതൽ 74, 75, 76, 77 ഒരേ മോഡൽ ക്വസ്റ്റ്യാണ്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലുള്ള നേരത്തെ നമ്മൾ ABCDE 7 ടീച്ചർമാർ 7 ആഴ്ചയിൽ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ അതേപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ആൻസറുകൾ ഇത് വായിച്ചിട്ട് ഇതുപോലെ ഒരു പട്ടിക ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ 4 പേരാണ് ഇവിടെ ഉള്ളത്. ഉജിത്ത്, മാഹി, റിസാൻ, സാഹിർ ആൻഡ് അമേലിയ. 5 പേരുണ്ട്. ഈ 5 പേർക്കും അവർക്ക് ഒരു ഇംഗ്ലീഷ് എക്സാം അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എക്സാമിൽ അവർക്ക് കിട്ടിയ മാർക്കുകളാണ് ഇവിടെ. അല്ല, മാർക്കുകളല്ല, അവരുടെ സ്ഥാനങ്ങൾ, റാങ്കുകൾ തന്നിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷും മാത്തമാറ്റിക്സുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാക്കുക, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്. എന്നിട്ട് നമ്മൾ ഈ 5 പേരെ ഇതിലേക്ക് അവർക്ക് കിട്ടിയ മാർക്കിനനുസരിച്ച് തന്നതിനനുസരിച്ച് നമുക്ക് ഒരു പട്ടിക നമുക്ക് ഉണ്ടാക്കി നോക്കാം. സാഹിർ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സിൽ സാഹിർ കൂടുതൽ മാർക്ക് വാങ്ങി അമേലിയേക്കാൾ. അപ്പോൾ അമേലിയ താഴെ, സാഹിർ മേലെ. ഇതിന് മനസ്സിലാകുന്നത് മാത്തമാറ്റിക്സിൽ സാഹിർ അമേലിയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തു.
സൂക്ഷിച്ച് ചെയ്യാനുള്ളത്, തെറ്റാൻ പാടില്ല. അതുകൊണ്ട് സാഹിർ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ ഇൻ മാത്തമാറ്റിക്സ് ബട്ട് സ്കോർഡ് ലെസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സാഹിർ അമേലിയേക്കാൾ ഇംഗ്ലീഷിൽ താഴെയാണ്. സാഹിർ അമേലിയ. അമേലിയ എവിടെയാകാം, അതിൻ്റെ മുകളിൽ എവിടെയാകാം, നമ്മൾ തൽക്കാലം ഇവിടെ എഴുതുക അമേലിയ. പിന്നെ അപ്പോൾ സാഹിർ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ ഇൻ മാത്തമാറ്റിക്സ് ബട്ട് സ്കോർഡ് ലെസ് ഇൻ ഇംഗ്ലീഷ് ദാൻ ബട്ട് സാഹിർ സ്കോർഡ് അമേലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാഹിർ സ്കോർഡ് ലെസ് ഇൻ ഇംഗ്ലീഷ് ദാൻ ഉജിത് ആൻഡ് മാഹി. ഉജിത്തും മാഹിയും, ഉജിത് ആൻഡ് ഉജിത്താണോ മാഹിയാണോ കൂടുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് മാഹി താഴെയാകാം, ഉജിത്ത് മേലെയാകാം, അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ ബട്ട് ലെസ് ദാൻ വൻ മാഹി സ്കോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നതിനേക്കാൾ വേറൊരു ബന്ധമാണ് തന്നത്. ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ. അപ്പോൾ റിസാൻ അമേലിയേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. നേരത്തെ അമേലിയേക്കാൾ. അപ്പോൾ സാഹിറാണോ റിസാനാണോ കൂടുതലെന്ന് നമുക്ക് മതിയെന്ന് പറയാൻ പറ്റില്ല. മോർ മാർക്സ് ദാൻ അമേലിയ ബട്ട് ലെസ് ദാൻ വാട്ട് മാഹി സ്കോർഡ്. അപ്പോൾ സാഹിർ മാഹിനേക്കാൾ കുറവാണ്. മാഹി ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദാൻ അമേലിയ. അമേലിയേക്കാൾ റിസാൻ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ബട്ട് ലെസ് മാർക്ക് ദാൻ വാട്ട് മാഹി സ്കോർഡ്. അപ്പോൾ സാഹിർ മാഹിയേക്കാൾ കുറവാണ്. അപ്പോൾ റിസാനാണോ സാഹിറാണോ മേലെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, അമേലിയ സ്കോർഡ് മോർ ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ്. അമേലിയ റിസാൻ, അതുകൂടെ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടില്ല. അമേലിയ സ്കോർഡ് മോർ ദാൻ മാർക്സ് മോർ ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് റിസാൻ സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്. രണ്ടും ഇംഗ്ലീഷിൽ തന്നെ പറയുന്നു. റിസാൻ സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ മാഹിനേക്കാൾ റിസാൻ മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാഹിയോ റിസാനോ കൂടുതൽ നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ മാഹിയേക്കാൾ റിസാൻ ഇംഗ്ലീഷിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ട് എന്ന് തേർഡ് സെൻറ്റൻസിൽ പറയുന്നു. റിസാൻ സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്, അമേലിയ സ്കോർഡ് മോർ ദാൻ റിസാൻ. അപ്പോൾ റിസാനേക്കാൾ മുകളിലാണ് അമേലിയ, അതും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉജിത് സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ മാത്തമാറ്റിക്സ്. മാഹിയേക്കാൾ കൂടുതലാണ് ഉജിത്. അപ്പോൾ ഉജിത് ഒന്നുകിൽ റിസാനിൻ്റെ മേലെ ആയിരിക്കും അല്ലെങ്കിൽ താഴെ ആയിരിക്കും. മാഹിയേക്കാൾ കൂടുതലാണ് ഏതായാലും, അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മോർ ദാൻ ഇൻ ഉജിത് സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ മാത്തമാറ്റിക്സ് ബട്ട് ലെസ് ദാൻ റിസാൻ ഇൻ ഇംഗ്ലീഷ്. ഉജിത് റിസാനേക്കാൾ താഴെയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. റിസാന് താഴെയായിരുന്നാൽ ഇവിടെ എവിടെ ആയിരിക്കും ഉജിത്ത് വരിക. അവിടെ റിസാൻ ഇവിടെ താഴെ തന്നെ ഉണ്ട്, അത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഉജിത് സ്കോർഡ്. പിന്നെ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, സാഹിർ സ്കോർഡ് ലെസ് ദാൻ മാഹി ഇൻ മാത്തമാറ്റിക്സ്. സാഹിർ സ്കോർഡ് ലെസ് ദാൻ മാഹി, അതിവിടെ ഉണ്ട് താനും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന, ഇതിൽ അമേലിയ ഏറ്റവും മുകളിലാകാം, പിന്നെ റിസാൻ അതിന് താഴെ വരാം, മാഹിയോ ഉജിതോ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് മാഹിയാണോ ഉജിതാണോ കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഈ മാഹി ഉജിതാകാം, അല്ലെങ്കിൽ ഉജിത് മാഹി, ഇങ്ങനെയാകാം. പിന്നെ സാഹിറാണ് അതിൽ ഏറ്റവും അടിയിൽ നിന്നുള്ള സംശയമില്ല. അതുപോലെ രണ്ടാമത്തേൽ ഉജിത് ആണ് ഏറ്റവും മുകളിൽ വരിക. മാഹി രണ്ടാമത് ആണോ അതോ റിസാനാണ്, ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് മാഹി ഇവിടെ വരാം, ഇവിടെ റിസാനാകാം, അങ്ങനെയും വരാം. പിന്നെ സാഹിർ അമേലിയ, രണ്ടാം സ്ഥാനം മാഹി, രണ്ടാം സ്ഥാനം ഇവിടെ മാഹിക്ക് വരാം.
മാഹിയെക്കുറിച്ച് മാത്തമാറ്റിക്സിൽ പറയുന്നത് എന്താണ്? സാഹിർ സ്കോർ ഇൻ മാത്തമാറ്റിക്സ് സ്കോർ ലെസ് ദാൻ ഉജിത് ആൻഡ് മാഹി. സാഹിർ മാഹിയേക്കാൾ കുറവാണ് മാത്തമാറ്റിക്സിൽ, ശരിയാണ്. പിന്നെ മഹിയാണ് ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർസ് മോർ മാർക്സ് ദെൻ അമേലിയ ബട്ട് ലെസ് ദെൻ വാട്ട് മഹി സ്കോർ. മഹിയേക്കാൾ മാത്തമാറ്റിക്സിൽ റിസാൻ കുറവാണ്. ഇൻ മാത്തമാറ്റിക്സ് റിസാൻ സ്കോർഡ് മോർ മാർക്സ് ദെൻ അമേലിയ ബട്ട് ലെസ് മാർക്ക് വാട്ട് മഹി സ്കോർഡ്. അപ്പോൾ മഹിയാണ് കൂടുതൽ മാത്തമാറ്റിക്സിൽ, പിന്നെയാണ് റിസാൻ വരുന്നത്. അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നതിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെയാണ് റിസാൻ. പിന്നെ റിസാനാണോ സാഹിറാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സാഹിർ അതുപോലെ റിസാനാകാനും സാധ്യതയുണ്ട്. രണ്ടും കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അമേലിയയാണ് ഏറ്റവും മോശം, മാത്സിലും ഏറ്റവും മോശമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രങ്ങൾ. ഇതിൽ നിന്ന് ഇനി തന്നിരിക്കുന്ന ആൻസേഴ്സ് ചോദ്യങ്ങൾ ഒന്നാണ്. ദ ലീസ്റ്റ് സ്കോറർ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ടോപ്പ് സ്കോറർ ഇൻ ഇംഗ്ലീഷ് ആർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ടോപ്പ് സ്കോറർ ഇംഗ്ലീഷ് അമേലിയയാണ്. അപ്പോൾ അമേലിയയാണ് അതിൻ്റെ ഉത്തരം. അമേലിയ ഈസ് ദ ലീസ്റ്റ് സ്കോറർ ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ദ ടോപ്പ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അമേലിയ സെക്കൻഡ് ഓപ്ഷൻ. അമേലിയ ആൻഡ് അമേലിയ ഒറ്റ ആളെന്നെ ഉള്ളൂ. അമേലിയ എന്നുള്ള ഉത്തരം. 74 സെക്കൻഡ് ഓപ്ഷനാണ്. 75 വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡിറ്റർമിൻഡ്. താഴെ പറയുന്നതിൽ ഏതാണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തത്? അമേലിയ സ്കോർഡ് മോർ ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്. മഹിയേക്കാൾ അമേലിയ മോർ ദാൻ മാർക്ക് ചെയ്യുന്നു, അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. ദെൻ മഹി സ്കോർഡ് മോർ ദാൻ അമേലിയ ഇൻ മാത്തമാറ്റിക്സ്. മഹി അമേലിയേക്കാൾ മാത്തമാറ്റിക്സിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് ഏതാണെന്നാണല്ലോ ഈ ചോദ്യം. സാഹിർ സ്കോർഡ് ലെസ് ദാൻ മാഹി ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. സാഹിർ മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും മഹിയേക്കാൾ കുറവാണ്. സാഹിർ സ്കോർഡ് ലെസ് ദാൻ മാഹി ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും സാഹിർ മഹിയേക്കാൾ കൂടുതൽ എന്ന് പറയാൻ കഴിയുമോ? മഹി അതും നമുക്ക് പറയാൻ കഴിയില്ല. ഉജിത് സ്കോർഡ് ലെസ് ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്, അത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഉജിത് സ്കോർഡ് മോർ ദാൻ സാഹിർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. ഉജിത്ത് സ്കോർഡ് മോർ ദാൻ സാഹിർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് തേർഡ് ഓപ്ഷൻ. ഉജിത് സ്കോർഡ് ലെസ് ദാൻ മാഹി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഉജിത് മഹിയേക്കാൾ, അത് നമുക്ക് പറയാൻ പറ്റില്ല. മഹി ഉജിത് മഹി. ഇംഗ്ലീഷിൽ അവരെ സംബന്ധിച്ച് ആരാണ് മുമ്പിൽ ആരാണ് പിന്നിൽ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ലാസ്റ്റ് വണ്ണാണ്, അതായത് ഫോർത്ത് വൺ, 75th ക്വസ്റ്റ്യനിൽ ഫോർത്ത് വണ്ണാണ്. ഉജിത് സ്കോർഡ് ലെസ് ദാൻ മഹി ഇൻ ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഉജിത്ത് മഹിയേക്കാൾ സ്കോർ ചെയ്താകാം, അല്ലെങ്കിൽ മഹി ഉജിത്തിനേക്കാൾ സ്കോർ ചെയ്ത്, അത് മാത്രം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരി തന്നെയാണ്. 76 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നെസറലി കറക്റ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് തീർച്ചയായും ശരിയാകുക? ഇപ്പോൾ റിസാൻ സ്കോർഡ് മോർ ദാൻ സഹിർ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ റിസാൻ സഹിറിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒന്നാകാം, അപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിനുള്ള വിവരം നമുക്ക് തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ, അതിനു വേണ്ടിയുള്ള കൃത്യമായ ഇൻഫർമേഷൻ തന്നിട്ടില്ല. മാത്തമാറ്റിക്സിൽ റിസാനാണോ സഹിറാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ അത് നെസറലി കറക്റ്റ് ആണെന്നില്ല. ഉജിത് സ്കോർഡ് മോർ ദാൻ സഹിർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ്. മാത്തമാറ്റിക്സിലും ഇംഗ്ലീഷിലും ഉജിത്ത് സഹിറിനേക്കാൾ, സഹിർ ഇവിടെയാണ്, ഉജിത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതെ, സഹിറിനേക്കാൾ മേലെയാണ് ഉജിത്ത് ഇവിടെയും സഹിറിനേക്കാൾ മേലെയാണ് ഉജിത്ത്. അതുകൊണ്ട് ദാറ്റ് ഈസ് കറക്റ്റ്, നെസറലി കറക്റ്റ്. ഉജിത് സ്കോർഡ് മോർ ദാൻ സഹിർ ബോത്ത് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ഈ ചിത്രം വെച്ചിട്ട്.
സഹിർ സ്കോർഡ് മോർ ദാൻ ഉജിത്ത് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ സഹിർ ഉജിത്തിനേക്കാൾ കൂടുതൽ, അത് തെറ്റാണ്, ഉജിത്താണ്. അപ്പോൾ സഹിർ സ്കോർഡ് മോർ ദാൻ ഉജിത്ത് ഇൻ മാത്തമാറ്റിക്സ് ഈസ് റോങ്. അപ്പോൾ അത് ശരിയല്ല. റിസാൻ സ്കോർഡ് മോർ ദാൻ ഉജിത്ത് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സിൽ റിസാൻ ഉജിത്തിനേക്കാൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്, അതും തെറ്റാണ്. അപ്പോൾ ഇതിലെ സെക്കൻഡ് ആണ് വന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ 76 ക്വസ്റ്റ്യൻ വരെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളിത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾ, ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ശരിക്കും ഒന്ന് നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം, അതിൻ്റെ തന്നെ 25 ചോദ്യങ്ങളായിട്ടുള്ളൂ. ഇനിയും 75 ചോദ്യങ്ങൾ കൂടുതൽ വരാനുണ്ട്. അപ്പോൾ ഈ മെൻ്റൽ എബിലിറ്റിയിൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, മെൻ്റൽ എബിലിറ്റിയിൽ മാർക്ക് വാങ്ങാനുള്ള മാർഗം എന്ന് പറയുന്നത് ധാരാളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കൊല്ലവും സെറ്റിൻ്റെ ഈ 8ാം ക്ലാസ്സിൽ NNMS പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും പലരും, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്ന NTSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ശരിക്കും പഠിക്കുക, ശ്രദ്ധിക്കുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 100ൽ 100 വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ 90 മാർക്കിനാണ് ഉണ്ടാകുക. 90ൽ ഒരു 85 മാർക്ക് വരെ നമുക്ക് പരമാവധി സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് മാറ്റ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.